ഹലോ ഗൈസ്, നേരം പരപരാന്ന് പുലർന്നേ ഉള്ളൂ. സമയം പുലർച്ച 5:30. ഈ സമയത്ത് ഞാൻ ബസ് സ്റ്റോപ്പ് പോയിരിക്കുന്നത് ഒരു മാരത്തണിന് പോകാൻ വേണ്ടിയാണ്. ബസ് പിടിച്ച് പോകാനല്ല, ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ലിഫ്റ്റ് ചോദിച്ചങ്ങ് പോകാമെന്ന് കരുതി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മാരത്തൺ ഓടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ടെൻഷനൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. കാരണം ഇതൊരു മത്സരമൊന്നുമല്ലായിരുന്നു. 10 കിലോമീറ്റേഴ്സിൻ്റെ മത്സരമായിരുന്നു. പക്ഷേ അത് നമ്മളെ കൂട്ടിയാൽ കൂടാത്ത പരിപാടിക്ക് നമ്മൾ പോകാത്തതുകൊണ്ട് 3 കിലോമീറ്റേഴ്സിൻ്റെ മാരത്തണാണ് ഞാൻ ഓടാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വേദിയിലേക്ക് എത്തി. വേദിയിൽ മീൻസ് അവിടെ സെറ്റപ്പ് പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും അടിപൊളി പരിപാടിയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ചെന്നപ്പോഴേക്കും പാട്ടങ്ങ് തീർന്നു. എന്താ ഒരു ഐശ്വര്യം. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കുറേയൊക്കെ വാമ്പൊക്കെ കഴിഞ്ഞു. പിന്നെ 10 കിലോമീറ്റേഴ്സിൻ്റെ ആ മാരത്തണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ 3 കിലോമീറ്റേഴ്സിൻ്റെ ആൾക്കാരെയാണ് വാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വേഗം പോയി ജേഴ്സി വാങ്ങി. നല്ല സൂപ്പർ ജേഴ്സി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു സുംബ വാമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുതിയൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അല്ല, എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും കുറച്ച് പേരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേര് ചുമ്മാ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ സുംബ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല വാമ്പായിരുന്നു. ഞങ്ങൾ ഓഫീസിലെ ബാക്കിയുള്ള ആൾക്കാർ തപ്പി നടക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലൊരു വാമ്പ് കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഇതൊക്കെ എന്ത് 3 കിലോമീറ്റേഴ്സ്, സോ ഈസി. ഞാൻ പെട്ടു ഗൈസ്, എൻ്റെ കയ്യിൽ ചെസ് നമ്പർ ഇല്ലായിരുന്നു. മീൻസ് എൻ്റെ ഇല്ലായിരുന്നു, ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. അങ്ങനെ സംഭവം സ്റ്റാർട്ടായി. ആദ്യം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരെ തിങ്ങി നിന്നിട്ട് ഓടാൻ അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് ഓടുമ്പോൾ തന്നെ എല്ലാവരും കൂടി ഓടുന്നോണ്ടേ അവരുടെ അടുത്ത് പോയി നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതായിരുന്നു. പിന്നെ രാവിലെയാണ് പുലർച്ചെയാണെന്നുള്ള ഒരു ദാക്ഷിണ്യം ഉണ്ടായിരുന്നില്ല. നല്ല ചൂടും വേർപ്പുമായിരുന്നു. ആരുടെയോ കയ്യിൽ കിട്ടിയ ആ ഒരു എന്തായാലും പറയാം, സാധനത്തിൻ്റെ പേരെന്ത് പറഞ്ഞു മറന്നുപോയല്ലോ. എന്താണ് അതിൻ്റെ പേര്? ചെസ് നമ്പർ. പിന്നെ അത് വെച്ച് വീശിക്കൊണ്ട് ഓടുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും വയ്യാണ്ടായി. ചേട്ടാ എന്തോ ഓടാത്ത നമുക്ക് സംസാരിച്ച് നടന്നാ പോലെ ഓടുന്നതുണ്ടായിരുന്നു. അയ്യോ ചത്ത് വേർത്ത് കുളിച്ച് കുറേ സമയം ഓടും, കുറേ സമയം നടക്കും, പിന്നെയും ഓടും, പിന്നെയും നടക്കും. അങ്ങനെയായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ആക്കിയത്. ഫസ്റ്റ് മാരത്തൺ ആയതുകൊണ്ടൊന്നും ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അല്ല, ഒന്നാമത് ചൂടിൻ്റെ പ്രശ്നമാണ്, ഭയങ്കര ചൂട്. ഈ എറണാകുളം വാർഫിൻ്റെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ ഓടുകയായിരുന്നു. അവിടെ നിന്ന് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഇത്ര സമയം സത്യമായിട്ട് ഞങ്ങൾ ഓടുമായിരുന്നു, സത്യം. പകുതി ദൂരത്തിൽ റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. വെള്ളവും പിന്നെ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓറഞ്ച് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വെള്ളവും ബഹിഷ്കരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നു. അല്ല, ഓടി. അല്ല, ലാർജ്. മെഡൽ കിട്ടുമോ? നടക്കുന്നവർക്കുണ്ടോ? എൻ്റെ ഓഫീസിലെ റീതു ചേച്ചിയുടെ മോളാണ് ഇത്. ആൾ എപ്പോഴും എൻ്റെ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബറിനെ ഞാൻ നേരിട്ട് കണ്ടു. ഐ മീൻ ജെനുവിൻ സബ്സ്ക്രൈബറിനെ. താങ്ക് യു മോളെ. സബ്സ്ക്രൈബറാണ്. താങ്ക് യു. കൃതാർത്ഥ. മെഡൽ കാണിക്കും. മെഡൽ കിട്ടി. അവിടെ എല്ലാവർക്കും ഉള്ള ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, പഴം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നോർമലി ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഉണ്ടായിരുന്ന ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി. പക്ഷേ ഇത് അടിപൊളി ഫുഡായിരുന്നു. സാമ്പാറൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ. എന്താ ഫുഡ്? പൊറോട്ട മട്ടൻ ചാച്ചോടെ. പുഴുങ്ങിയ പഴം ഉണ്ടേനു, പിന്നെ ഇഡ്ഡലി ഉണ്ടേനു. ഇഡ്ഡലിയാണ് മെയിൻ. 2 എണ്ണം മതി. പിന്നെ തോന്നി 2 എണ്ണം മതി എന്ന് പറയണ്ടേനു. നല്ല ടേസ്റ്റ് ഉണ്ടേനു കറിയെല്ലാം. ഇതെന്തോ തക്കാളി കറി പോലത്തെ ഒരു സാധനമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബോയിൽഡ് എഗ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വട്ടമിട്ടിരുന്ന ഗ്രൗണ്ടിൽ തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. അങ്ങനെ വലിയ ക്യൂ കണ്ട സമയത്ത് ഞാൻ എൻ്റെ പഴയ ഓഫീസിൽ അജിത്തേട്ടനെ നോക്കിയപ്പോൾ എന്താ ചേട്ടൻ ക്യൂവിൻ്റെ ഏകദേശം ഫ്രണ്ടിലെത്താനായിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ചാടി ചേട്ടൻ്റെ കൂടെ കയറി നിന്നു. അങ്ങനെ അവരുടെ കൂടെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. പട്ടിയുടെ സൗണ്ട് അവോയ്ഡ് ചെയ്യാം. ബാക്ക് ടു ദ ടീം. വീഡിയോ ആണിത്. വീഡിയോ ആണ്. ഇങ്ങനെ പ്രതിമ നിൽക്കുന്ന നിൽക്കല്ലേ.
കാപ്പിയ ചായ കാപ്പി. സ്റ്റേജിൽ സേഫ്റ്റി അവയർനെസ്സിൻ്റെ കുറച്ച് പ്രോഗ്രാംസും പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതൊന്നും അധികം മൈൻഡ് ചെയ്തില്ല. ഇതാണ് കൃഷ്ണ, എൻ്റെ ഓഫീസിലെ കുട്ടിയാണ്. അബദ്ധവശാൽ അതുവഴി പോകുമ്പോൾ അവൾ എൻ്റെ മുന്നിൽ പെട്ടു പോയായിരുന്നു. റിൻസി ചേച്ചിയും ദീപക്കൊക്കെ 10 കിലോമീറ്ററാണ് ഓടിയത്. അവർക്കൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പകുതി ഓടിയും പകുതി നടന്ന് തീർത്തവർക്കൊക്കെയും അവിടെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ ട്രൂ സബ്സ്ക്രൈബർ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും പോയി. കൊച്ചിന് വീഡിയോ കാണിച്ചില്ലെങ്കിൽ ചേട്ടൻ കമൻറ്റ് ബോക്സിൽ കന്ന് മെഴുകും എന്നാണ് പറഞ്ഞത്. ഹൊറർ പീപ്പിൾ. നമ്മൾ തിരിച്ചു പോവുകയാണ്. വെയിൽ വന്നു. ഇപ്പം സമയം എത്രയാണ്? ഇപ്പം സമയം 8 മണി കഴിഞ്ഞു 4 മിനിറ്റ്. അല്ലേ 4 8 മണി കഴിഞ്ഞു. വെയിൽ വന്നു. ഞാൻ വന്നത് ജലീലേട്ടൻ്റെ കൂടെ, തിരിച്ചു പോകുന്ന ദീപക്കിൻ്റെ കൂടെ. അവിടെ നിന്നാൽ മതിയാ ഫ്രണ്ടിൽ. ഓക്കെ ഗായ്സ്, നമുക്ക് അവിടെ നിൽക്കാം. ദീപക്ക് വണ്ടി എടുത്ത് വരും. അതെന്താ നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ അപ്പ തീർന്നു പോയാ? വണ്ടിയിൽ പെട്രോൾ ഒട്ടും ഇല്ലായിരുന്നു. പക്ഷെ എങ്ങനെയോ അവനത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. നല്ല കണ്ടന്റ്. പെട്രോൾ തീർന്നു. അല്ല പെട്രോൾ അല്ല ഇതിനകത്താ. പെട്രോൾ തീർന്നു പോയി. എന്താല്ലേ ഒരു കണ്ടന്റ് കിട്ടുന്ന വഴി നോക്കിയേ. ഇതാണ് ഗൈസ് എറണാകുളം. അല്ല ഇതെന്റെ പേരെന്തുവാ? കൊച്ചിൻ പോർട്ട് അതോറിറ്റി. അതാണ് ബാക്കിൽ. തള്ളി നടക്കാണ്. എന്റെ ഐശ്വര്യം കണ്ട മണ്ടത്തര കാണിക്കരുത്. പെട്രോൾ അടിച്ചിട്ട് വേണം ഒരു സ്ഥലത്ത് ഇറങ്ങാൻ. തീർന്നു പോയാ? എന്താ ഭംഗി ആ വീഡിയോ. മരങ്ങൾക്കിടയിലൂടെ ബൈക്കും തള്ളി നടക്കുന്ന ദീപക്. ഒന്നുമില്ല. വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ റൂമിലെത്തി. ഇതുവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്ത് നിങ്ങൾ പോകേണ്ടതാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചെയ്തേക്ക്. അപ്പോൾ ഓക്കെ, ടാറ്റാ.